ഹായ്, ചിക്കനുണ്ട്, ചോറുണ്ട്, നല്ല ഭംഗിയുള്ള അടുക്കളയുണ്ട്. പക്ഷെ ആനി മാത്രം ഇല്ല. ആനി ഉണ്ട്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞാൻ സത്യമായിട്ടുണ്ടല്ലോ ഇതുവരെ ഞാൻ പ്രേക്ഷകരോട് ഒരു ഇൻട്രൊഡക്ഷൻ പോലും ചേട്ടനെ പറ്റി കൊടുത്തില്ല. ഇപ്പം എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, ചേട്ടനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താല് പെട്ടെന്ന് കോട്ടയം പ്രദീപ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഇത് ആരാ എന്താന്നൊക്കെ പെട്ടെന്ന് ഒരു സംശയം ഉണ്ടാവുമേ. അന്നേരം ഈ ഡയലോഗ് കേട്ട് കഴിയുമ്പം സത്യം പറഞ്ഞാൽ എൻ്റെ മലയാളി പ്രേക്ഷകർ മുഴുവനും ചേട്ടനെ പരിചയമില്ലാത്ത ഒരു മനുഷ്യർ പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർക്ക് ചേട്ടനെ ഇതേമാതിരി ഒരു കുഞ്ഞ് അവരുടെ ടി വി കൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ചേട്ടൻ ഈ പറഞ്ഞോട്ട് എല്ലായിടത്തും ഇന്റർവ്യൂവും അങ്ങനെ ഒന്നും കൊടുക്കാറ് പോലും ഇല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർ കൊതിച്ചിട്ടുണ്ട് ചേട്ടനെ ഒന്ന് ടി വി കണ്ട് വർത്താനം പറയാൻ, ആ വർത്താനം ഒന്ന് കേൾക്കാനും ഒക്കെ. ഞാനും കൊതിച്ചിട്ടുണ്ട് ആനിയുടെ അടുക്ക ഒന്ന് ഓടി വരാനും. അയ്യോ, അത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ അടുക്കളയ്ക്കുള്ള ഒരു സന്തോഷം എന്നാന്നറിയോ, ഈ സ്വാതന്ത്ര്യവും ഈ തുറന്ന് മനസ്സോടുകൂടി വന്ന് ഒന്ന് വരാൻ തോന്നി എന്ന് തുറന്നു പറഞ്ഞില്ലേ, അതാണ് ഈ അടുക്കള എന്ന് പറയുന്നത്. ഒരു കാര്യമുണ്ട്, ചേട്ടൻ ഒരാളോട് ഭയങ്കര ലവ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതോ ഈ വയസ്സാങ്കാലത്തോ? ആന്നല്ലോ, ഈ വയസ്സാങ്കാലത്ത് തുടങ്ങിയല്ല, നല്ല പ്രായത്തിൽ തുടങ്ങിയതാ. പക്ഷെ ആ പ്രേമ കഥയെ കുറിച്ച് എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഒന്ന് അറിയണം. സത്യം പറയണം, ആ കാമുകയെ കുറിച്ച് ഡീറ്റെയിലേ തരാവുള്ളൂ. ഒരു കാമുകയില്ല ഇപ്പൊ ഉള്ളത്. എനിക്ക് ഇങ്ങോട്ട് ഉത്തരം പറയുന്നത് ഒരു പേടിയല്ല. എനിക്കുള്ള ഒരു കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സ്വന്തം മായയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ പ്രണയമല്ല. ചേച്ചി വരുന്നതിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നേ. ആ പ്രണയം ഞങ്ങൾ ഇവിടെ ഇന്ന് കണ്ടുപിടിക്കും. അല്ല, ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ചെറിയ സീരിയസ് ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞാണ് പ്രണയിച്ചത്. പക്ഷെ സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു പ്രണയം. അത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പറയട്ടെ അതാരാന്ന്. അത് ഞാൻ ഇവിടെ പറയണോ ശരിക്കും പറഞ്ഞാൽ ചേട്ടനെ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയിട്ട് അവിടെ ഇരുന്ന് പറയണ്ടേ. എനിക്ക് എന്തൊക്കെയോ എന്റെ ചെവിയിൽ മന്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ചേട്ടനെ കുറച്ചുകൂടെ ഒരു ടെൻഷൻ പിടിപ്പിക്കാം. ചേട്ടൻ ഒരു കാര്യം ചെയ്യൂ, അവിടെ ഇരിക്കൂ. ഞാൻ എന്തായാലും എന്റെ കറി വിളമ്പിയില്ല, ഞാൻ വിളമ്പിക്കൊണ്ട് അങ്ങോട്ട് വരാം. കുറച്ചു നേരം ചേട്ടൻ ടെൻഷൻ പിടിച്ചിരുന്നു. ആ കാമുക ഇന്നും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. നോക്കിക്കോ ചേട്ടൻ ചെല്ലു. ചിരിക്കുന്നുണ്ടെങ്കിലേ ചേട്ടന്റെ മനസ്സിൽ ടെൻഷൻ ഇല്ലേ? ഉണ്ടല്ലോ, അതാണ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു ചേട്ടൻ്റെ ആ പ്രണയ കഥ കേട്ടിട്ട്. അതും നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കണം. എന്താ വെച്ചാല് നമ്മുടെ ഒരു പ്രണയം കല്യാണത്തിന് മുന്നേ ചേട്ടന് തുടങ്ങി. എന്നിട്ട് ആ പ്രണയം ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഈ പ്രഷറൈസേഷനും ആ വേദനയുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തരണം ചെയ്ത് പിന്നെ ഭാര്യയുടെ സമ്മതത്തോടു കൂടി ആ പ്രണയം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ സമ്മതത്തോടുകൂടി ഇപ്പോഴും ആ പ്രണയം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും ചേട്ടാ ഭയങ്കര അഭിമാനം തോന്നുന്നു. ഞാൻ സസ്പെൻസ് പൊട്ടിക്കട്ടെ? എന്നാ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയട്ടെ, ചേട്ടന് സിനിമയോട് ഭയങ്കര ഒരു പ്രണയമായിരുന്നു. എന്തൊരു ആശ്വാസം നോക്കിയാ, ചങ്കനാത്തിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോ ഒരു കുളിർമ. സത്യമായിട്ട് ആനി ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നേ. ചേട്ടന് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു സിനിമയോട്? എന്നും എപ്പോഴും ഇരിക്കുന്നു മരണം വരെ. സിനിമയാണ് എൻ്റെ പ്രണയം, സിനിമയാണ് എൻ്റെ കാമുകി, സിനിമയാണ് എല്ലാം. അപ്പൊ ചേട്ടാ ഈ സത്യം പറഞ്ഞാൽ ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചേട്ടൻ തുടങ്ങിയിട്ട് ശരിക്കും ഇപ്പോൾ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ചേട്ടൻ മാറി. ആ ഒരു ലോങ് ജേർണി എന്ന് പറയുന്ന കുറേ പ്രയാസങ്ങൾ എനിക്ക് ശരിക്കും ചേട്ടനോട് ഞാൻ സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ ആ ഒരു കഥ എന്നാണ് എന്നോട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ശരിക്കും എന്നാ ചേട്ടാ അങ്ങനെ ഒരു കഥ എന്ന് പറയാൻ കാര്യം? കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ 99-ലാണ് സിനിമയിലേക്കുള്ള എൻ്റെ എൻട്രി. അത് ആൻഡ്രൂ ജോസഫ് ആയിരുന്നു എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ആദ്യം. അതായത് ഈ നാട് ഇന്നലെ വരെ 99-ൽ ഷൂട്ട് നടക്കുകയാണ്. അത് കാവാലം പുളിങ്കുന്ന് അവിടെയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സിനിമയുള്ള ഇഷ്ടം ആൻഡ്രോയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രദീപ് പോര്, വലിയ ഡയലോഗൊന്നുമില്ല കേട്ടോ, ചുമ്മാ വന്ന് അവിടെ ഒന്ന് നിൽക്കുക. ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. ചെന്നപ്പോഴേ ഒരു കതർ ഷർട്ടും കതർ മുണ്ടും എല്ലാം ഇട്ടിരുന്നു. നമുക്ക് എന്തോ വെട്ടിപ്പിടിച്ച ഒരു പ്രതീതിയായിരുന്നു. കാരണം എനിക്കറിയാമല്ലോ സിനിമയുടെ ആ ഒരു ത്രില്ല്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രംഗമായിരുന്നു. ഡയലോഗൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് മിന്നി മറിഞ്ഞൊന്ന് പോയി. പക്ഷെ അതിലൂടെ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. കാണാനൊന്നുമില്ല എങ്കിൽ പോലും നമ്മളെ കണ്ടുപിടിച്ചു.
അതായിരുന്നു ശരിക്കും എൻട്രി. അതായത് 99 മുതൽ 2008 വരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒന്ന് ഓർത്ത് നോക്കി. കോട്ടയത്ത് നിന്ന് എറണാകുളമാണ് അന്ന് ഷൂട്ട്. തിരുവനന്തപുരം റയറായിട്ടേ ഉള്ളൂ. എറണാകുളം ഷൂട്ടെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഈ കോർഡിനേറ്ററാണ് വിളിക്കുന്നത്. അതിന് 6 മണിക്ക് എത്തണമെന്നാണ് പറയുന്നത്. 6 മണി ഒന്ന് ഓർത്ത് നോക്കി. കോട്ടയത്ത് നിന്ന് അന്ന് ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. വെളുപ്പിന് 3:30 ആകുമ്പോൾ എഴുന്നേക്കുന്ന, മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഉറക്കമില്ല. വൈഫ് പറയൂ എനിക്ക് സമയമാകുന്നേ ഉള്ളൂ. അന്ന് മൊബൈലില്ല, ടൈം പീസ് വെച്ചാണ് കിടക്കുന്നത്. ടൈം പീസ് അങ്ങനെ അടിച്ചില്ലേ തീർന്ന് അന്നത്തെ. അങ്ങനെ ടൈം വെച്ച് എഴുന്നേറ്റ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി. കുമാരനല്ലൂർ ഒരു ഫസ്റ്റ് ബസ് 5 മണിയാണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5:45. അപ്പം നമ്മൾ 6:30 ആകുമ്പോഴത്തേക്ക് ഇത് രാവിലെ ആകുമ്പോൾ വിട്ടടിച്ചങ്ങ് പോകും, എങ്ങും സ്റ്റോപ്പില്ല. അങ്ങനെ ആ ബസ് പോകുന്ന അതിന് രാവിലെ കയറിയാണ് എറണാകുളം എത്തുന്നത്. ഒന്ന് ഓർത്ത് നോക്കി. ചില ദിവസങ്ങളിൽ അവിടെ പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് പോയിരിക്കും. ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ തിരിച്ച് കോട്ടയം വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. നിനക്ക് ഞാൻ LICയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോഴും. കോട്ടയം ഡിവിഷണൽ ഓഫീസ് ഇവിടെ കൊല്ലത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു നിനക്ക് നല്ലൊരു സാലറി ഇല്ല, വേറെ പണിയൊന്നുമില്ല, ചുമ്മാ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു, നീ എന്നെ പൊട്ടനാണോ, ഡയലോഗൊന്നുമില്ലേ, നീ പറയണം, നീ ഡയലോഗ്, ഞാൻ ഡയലോഗ് പറയും. എനിക്കറിയാമല്ലോ, നമുക്ക് അങ്ങനെ മിണ്ടിയാൽ നമ്മൾ ഔട്ടാ. അപ്പം എന്നെങ്കിലും ഒരിക്കൽ നമുക്കൊരു കാറ്റ് മാറി വീശും, നമുക്കൊരു സമയം വരും എന്ന് ഞാൻ എൻ്റെ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞു പിടിഞ്ഞ് ഞാൻ നേരെ ഓർത്ത് 99 തൊട്ട് 2008 വരെ ഓർത്തണം. 2009 വിനയതാണ്ടി വരവായ എൻ്റെ കാറ്റ് മാറി വീശി. എനിക്ക് ബ്രേക്ക് ആയി 10 വർഷം. ഗൗതം സാറ് മറക്കാൻ പറ്റിയ ഗൗതം സാറാണ് വിനയതാണ്ടി വരവായ തൃഷയുടെ അമ്മാവിനെ അന്വേഷിച്ച് നടക്കുന്ന കാലമായിരുന്നു. സാറ് ചെന്നൈയിലൊക്കെ ആൾക്കാരെ കണ്ടു, ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ആലപ്പി വന്നു കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്ന നന്ദു പൊതുവാളാണ്. ഇതുപോലെ തൃഷയുടെ അമ്മാവിനെ എൻ്റെ ഒരു റോളുണ്ട്, പ്രദീപ്. ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടുവോ? നമുക്ക് ഒന്നാമത് പൊക്കവും ഇല്ല. അന്നത്തെ തമിഴ് മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇതല്ലേ, കാഴ്ചപ്പാടല്ലേ. അപ്പോൾ പറഞ്ഞു ഏതൊക്കെയാലും പ്രദീപ് ഇങ്ങി വാ, ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കരിമീനൊക്കെ മേടിച്ച് അങ്ങ് പോകാം, ആലപ്പുഴയല്ലേ എന്നോർത്താം. അപ്പം ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി, ഉറക്കമില്ല തലേന്ന്, ഒന്നോർത്ത് നോക്കി, കുളിച്ചൊരുങ്ങി വെളുപ്പിന്ന് പല പ്രാവശ്യം എഴുന്നേറ്റ് നോക്കി, സമയം കടന്നു പോകുന്നില്ല. ഇത് രാവിലെ ഒന്ന് എഴുന്നേറ്റ് പോകാനുള്ളത്. അങ്ങനെ 6:30-6:45 ആലപ്പുഴയിലെത്തി. അവിടെ ചെന്നിരുന്നു. ഒരു 9:10 സാറ് വന്നു. സാറ് വന്നൊരു ബെർമൂഡയൊക്കെ ഇട്ട് ഒരു ചോപ്പ് ടീഷർട്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല ഗെറ്റപ്പാണ്. വന്നിറങ്ങിയിട്ട് ആരെയും മൈൻഡ് ചെയ്യാതെ കയറി അങ്ങ് പോയി. കയറിപ്പോയപ്പോൾ എനിക്ക് ടെൻഷനായി, പടപടവും നടിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്, കിട്ടുമോ എന്താണെന്നൊരു ഇത്, ഒരു ആകാംക്ഷ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു വന്ന് പറഞ്ഞു, പ്രദീപ് ചെല്ലാൻ പറഞ്ഞു. വിളിച്ചെന്നു ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് ഇതുപോലെ അതിനിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഒന്ന് നോക്കിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. പേര് ഞാൻ പറഞ്ഞു പ്രദീപ്. പൊക്കോളാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഓർത്തു കട്ട് ചെയ്ത് മേടിച്ചിട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം, ഇത്രയും ഒരു ഹീറോയിൻ തൃഷയുടെ അമ്മാവനായിട്ട് അഭിനയിക്കുന്ന ഒരാളെ എന്തെങ്കിലും ഒന്ന് ചോദിക്കും. നേരത്തെ അഭിനയിച്ച് നേരത്തെ അഭിനയിച്ച പരിചയം ഉണ്ടോ, ഡയലോഗ് പറയുമോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഒന്നും ചോദിച്ചില്ല. പുള്ളി ആകെ ഒന്ന് നോക്കി, ആ ഒരു നോട്ടം മാത്രം. പൊക്കോളം പറഞ്ഞു. ഞാൻ പുറത്ത് വന്നപ്പോൾ നന്ദു ചോദിച്ചാൽ എന്താന്ന്, എന്നാത് ഒന്നും ചോദിച്ചില്ല. പ്രദീപിനോടൊന്നും ചോദിച്ചു, എന്നോട് ഒന്നും ചോദിച്ചില്ല, പേര് മാത്രം ചോദിച്ചു. എന്താ പറഞ്ഞു, നിൽക്കി പ്രതിഭേദക്കാരൻ താഴെ താഴെ പോയി ഞാൻ ഇരുന്നു. 10:30 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 11:30 ആയപ്പോഴത്തേക്ക് ഫൈനൽ ഡിസിഷൻ നന്ദു ഊട്ടി വന്നു. പ്രദീപിനാന്ന് ഉറക്കം വീണിരിക്കുന്നത്. എൻ്റെ അവസ്ഥയൊന്നും നോക്കി, എനിക്ക് തല കറങ്ങുന്നോ, എന്നെ വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി. ഇതുപോലെ എനിക്ക് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. അങ്ങനെയായിരുന്നു എനിക്കൊരു ഡയലോഗ് കിട്ടിയ സിനിമ വിനയതാണ്ടി വരുവായ. ശരിക്കും നമ്മുടെ ഒരു മലയാള ആർട്ടിസ്റ്റ് നടനെ തിരിച്ചറിയുന്നത് ശരിക്കും തമിഴ് സിനിമയെ കൂടിയാണ്. തീർച്ചയായിട്ടും ഇന്ന് എന്നെ അറിയുന്നത് ആ ഡയലോഗിലാണ്. കൊച്ചു പിള്ളേര് വരെ, നമ്മൾ കോട്ടയത്തോടെ മാണ്ട പോകുന്ന ഫിഷ് ഉണ്ട്, മട്ടൻ ഉണ്ട്, ചിക്കൻ, കൊച്ചു പിള്ളേര് വരെ. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇത് സന്തോഷം, ഞാൻ ഉള്ളിൽ കരഞ്ഞു പോയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഡയലോഗാണ് ഞാൻ ഇന്നിവിടെ ആനിയുടെ അടുത്ത് ഇരിക്കാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. സത്യം. അല്ലാതെ ഈ 10 വർഷം ചേട്ടൻ ഒരു ഡയലോഗിന് വേണ്ടി ആഗ്രഹിച്ചു. എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഞാനോർത്ത് കളിയാക്കുന്ന
കളിയാക്കുന്നവർ കളിയാക്കട്ടെ. അതെ. കാര്യം എല്ലാത്തിനും ഒരു പിന്തിരിപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഞാനതൊന്നും വകവെക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ധൈര്യപൂർവ്വം എന്നെങ്കിലും ഒരിക്കൽ കിട്ടുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അത് കിട്ടി. ചേട്ടാ ഇപ്പൊ 99-ലാണ് ചേട്ടൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ ചേട്ടൻ ഈ വല്ല കലാരംഗത്തിൽ, അതായത് നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂപ്പിൽ വർക്ക് ചെയ്യോ? ട്രൂപ്പൊന്നുമില്ല. ഇനി ചുമ്മാ ചെറുതായിട്ട് പഠിക്കുന്ന കാലഘട്ടം ഈ ഏകാംഗ നാടകങ്ങൾ, പിന്നെ NN പിള്ള സാറിൻ്റെ ഈശ്വരൻ അറസ്റ്റിൽ നിന്നും പറഞ്ഞ ഭയങ്കര ഒരു നാടകം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് ബാലതാരമായിട്ട് കടന്നു വന്നു, അഭിനയിച്ചു. അങ്ങനെ ഇതിനോട് ഒരു ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമയോട് ഇഷ്ടം, സിനിമ ഇഷ്ടം പോലെ ഒരുപാട് കാണുമായിരുന്നു. ലാലേട്ടൻ്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, പിന്നെ ഗാന്ധിനഗർ ക്രേസ് ആയിരുന്നു പറഞ്ഞാൽ അത് അന്നും ഇന്നും എന്നും. അതിന് എൻ്റെ സഹോദരിമാർ വന്നിട്ട് പറയാം, കണ്ടോ അവൻ്റെ ആ ഇഷ്ടം പോലെ തന്നെ ഇതിലേക്ക് കടന്നു വന്നു. എല്ലാം ഒരു സിനിമ 4-5 ആനിയുടെ ഒന്നും പറയണം. ആനിയുടെ മഴയത്ത് മുമ്പ് 10 പ്രാവശ്യം കണ്ടു. 10, 2-3 അല്ല. അപ്പൊ കണ്ടിട്ടുണ്ട് കാര്യം ഉറപ്പായി. ഓക്കെ ചേട്ടാ, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മകന് പോലും അങ്ങനത്തെ പേര് ആയിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിഞ്ഞു? അതൊരു രസകരമായ കാര്യമാണ്. ആനി കേൾക്കണം. മോനുണ്ടായത് 88 ഡിസംബർ 6. അപ്പോൾ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലാണ്. വൈഫ് പ്രസവിച്ച് കിടക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞു. ആദ്യം ഡെലിവറി സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കോട്ടയം ആനന്ദിലാണ് ചിത്രം, ലാലേട്ടൻ്റെ 88-ൽ. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് മാറ്റിനി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നോക്കുമ്പോൾ ലാലേട്ടൻ്റെ ആ കളിയും ബഹളവും, പേര് നെടുമുടി വേണിച്ചേട്ടൻ വിഷ്ണു എന്നൊക്കെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങനെ വിളിക്കുന്നു. അപ്പം ഞാൻ മനസ്സിലായി അന്ന് വിഷ്ണു അങ്ങനെ ഇല്ല അധികം. ഇന്നിപ്പോൾ ഇഷ്ടം പോലെ വിഷ്ണു, ഇഷ്ടം ചവർ പോലെ ഇന്ന് വിഷ്ണു ഉണ്ട്. പക്ഷെ അന്നില്ല. അപ്പോൾ ലാലേട്ടൻ ആ ഒരു വിഷ്ണുവായിട്ട് നിൽക്കുമ്പോൾ ആ ഓട്ടവും ചാട്ടവും രസവും. അപ്പോൾ എൻ്റെ മനസ്സിലോർത്തുന്ന ഇപ്പോൾ മോനുണ്ടായല്ലോ വിഷ്ണു ഒന്നിട്ടാലോ എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. ഞാനത് അവിടെ ചെന്ന് വൈഫിനോട് പറഞ്ഞു. അപ്പം വൈഫ് ചോദിച്ചു, ഇന്ന് ഏത് സിനിമ കണ്ടിട്ടാ വരുന്നത്? രാവിലെ വരണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെ വന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാറ്റിനൊക്കെ കഴിഞ്ഞ് 4:30-5 ആയപ്പോഴായിരുന്നു. അപ്പോഴേ ചോദിച്ചു, ഇന്ന് ഏത് സിനിമ കണ്ടിട്ട്? ഞാൻ പറഞ്ഞു എൻ്റെ ഇടയിൽ നിന്ന് നല്ലൊരു സിനിമ കണ്ടു, ചിത്രം, ലാലേട്ടൻ്റെ. അപ്പം അതിൽ ലാലേട്ടൻ്റെ പേര് വിഷ്ണുവാണ്, നമുക്ക് മോനെ അതൊന്ന് ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പം അവൾക്കും ഒരു താല്പര്യം തോന്നി. എന്നുവെച്ചാൽ അന്ന് അങ്ങനെ കേട്ടില്ല. വിഷ്ണു, നമ്മൾ മഹാവിഷ്ണു അതല്ലേ കേട്ടിട്ടുള്ളൂ, ഭഗവാന്റെ പേര് മാത്രമല്ലേ കേട്ടുള്ളൂ. പക്ഷെ വിഷ്ണു എന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ലാലേട്ടനും കൂടെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ആ പേര് തന്നെ ഫിക്സ് ചെയ്ത് തീരുമാനിച്ചു. അതാണ് അതൊരു ഒന്നാമത്തെ കാര്യം. ചേച്ചിക്ക് അറിയാം ചേട്ടന് സിനിമയോടുള്ള ഒരു സ്നേഹം എന്തോരം അറിയാം.